വികസന മുന്നേറ്റം സാധ്യമാക്കാൻ ബിജെപിക്ക് മാത്രമേ സാധിക്കൂവെന്ന് രാജീവ് ചന്ദ്രശേഖർ. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നയിക്കുന്ന ജില്ലാ പര്യടന പരിപാടി വികസിത കേരളം കൺവെൻഷൻ പത്തനംതിട്ട ജില്ലയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അഴിമതിയുടെ കാര്യത്തിൽ ഇടതും കോൺഗ്രസും തമ്മിൽ വ്യത്യാസമില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ വിമർശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യം ബഹുദൂരം വികസനത്തിലാണ്. വികസന മുന്നേറ്റങ്ങൾ കേരളത്തിലും സാധ്യമാക്കാൻ ബിജെപിക്ക് മാത്രമേ കഴിയുകയുള്ളൂവെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കേരളത്തിലെ 3.5 കോടി മലയാളികളുടെ വികസന, ക്ഷേമം, യുവജന, വ്യവസായ മേഖലകളിലെല്ലാം മുന്നേറ്റം, ഇതാണ് ബിജെപി മുന്നോട്ട് വെക്കുന്ന വികസനമെന്നും പത്തനംതിട്ട ജില്ലയിലെ വികസിത കേരളം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഒരു ബിലീഫ്, ഒരു ഐഡിയോളജി. അന്ന് അദ്ദേഹം പറഞ്ഞു സബ്കാ സാത്ത് സബ്കാ വികാസ്. ഹിന്ദി അതിന്റെ മലയാള ട്രാൻസ്ലേഷനാണ് എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി. അദ്ദേഹം ഇതുവരെ ചെയ്ത എല്ലാ പദ്ധതികളും, എല്ലാ സ്കീമും, എല്ലാ പ്രോജക്റ്റും, ഇൻക്ലൂസീവ് പ്രോജക്ട്സ്, ഏത് സമുദായമാണോ, ഏത് മതമാണോ, അവർക്ക് ഈ പദ്ധതി ആക്സസ് ഉണ്ട്. വർഷങ്ങളോളം രാജ്യം ഭരിച്ച് ഭാരതത്തെ ദുർബലരാക്കിയവരാണ് കോൺഗ്രസുകാർ. ദുർബലമായ പ്രതിരോധം, സാമ്പത്തിക മേഖല, അടിസ്ഥാന സൗകര്യ അപര്യാപ്തത, ഇതിൽ നിന്നൊക്കെയാണ് മോദി ഭരണത്തിൽ മുന്നേറ്റം സാധ്യമായത്. UPA ഭരണത്തിലെ ദുർബല സാമ്പത്തികാവസ്ഥയിൽ നിന്നും NDA ഭരണത്തിൽ രാജ്യം ലോകത്തെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറി. 2004 ജനങ്ങൾ കോൺഗ്രസിന്റെ വാഗ്ദാനം വിശ്വസിച്ച് കോൺഗ്രസിന് ഒരു അവസരം കൊടുത്തു. 10 കൊല്ലം കോൺഗ്രസ് ഭരിച്ചു. 2004 മുതൽ 2014 ഇന്ത്യയുടെ ഇക്കോണമിനെ ലോകത്തിന്റെ 5 ദുർബലമായ ഇക്കോണമിന്റെ 1ാം നമ്പർ പൊസിഷനിൽ കൊണ്ടുവച്ചു. ഇതാണ് കോൺഗ്രസ്. നരേന്ദ്രമോദിജിക്ക് ഒരു അവസരം കൊടുത്തു. 2014 മുതൽ ഇന്ന് വരെ നരേന്ദ്രമോദിജിന്റെ NDA BJP സർക്കാരാണ് കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇന്ത്യ കൈവരിച്ച വലിയ കുതിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലോകത്തിൽ എല്ലാവർക്കും അറിയാം. എവിടെയായിരുന്നു ആ ദുർബലമായ ഇക്കോണമി? ഇന്ന് ലോകത്തിന്റെ 4ാം നമ്പർ ഇക്കോണമിയായി മാറി ഇന്ത്യ. ഇടതുഭരണത്തിൽ കേരളത്തിൽ എല്ലാവർക്കും ദുരിതമാണ്. ആശാ വർക്കർമാർക്ക് ദുരിതം, KSRTC ജീവനക്കാർക്കും, CPO റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കും, യുവജനങ്ങൾക്കും ദുരിതം. അഴിമതിയിൽ ഇടതും കോൺഗ്രസും ഒന്നു തന്നെ. ആശാ വർക്കേഴ്സിൽ 100 രൂപ ശമ്പളം വർദ്ധിക്കാൻ ചോദിക്കുമ്പോൾ അതിന് കൊടുക്കാൻ കാശില്ല. KSRTC ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ കാശില്ല. സർക്കാർ പെൻഷനേഴ്സിന് പെൻഷൻ വരുന്നത് 5-6 മാസം കഴിഞ്ഞാണ്. കുട്ടികളുടെ യുവാക്കൾ BSc MSc പഠിച്ച കുട്ടികൾ CPO എൻട്രൻസ് എക്സാം എഴുതി പാസ്സായി അവിടെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്യുന്നു. പോലീസിന് അവർക്ക് എൻറോൾ ചെയ്യാൻ സർക്കാർ അവർക്ക് ആശയില്ല. ഒരു ഒറ്റ അടിസ്ഥാന സൗകര്യം, ഒരു ഒറ്റ ഇൻഫ്രാസ്ട്രക്ചർ 9 കൊല്ലത്തിൽ ചെയ്തിട്ടില്ല. പദ്ധതികൾ എന്ന് പറഞ്ഞാൽ ഒറ്റ പുതിയ പദ്ധതി ഉണ്ടാക്കിയിട്ടില്ല. BJP ജില്ലാ അധ്യക്ഷൻ VS സൂരജ് അധ്യക്ഷത വഹിച്ച കൺവെൻഷനിൽ BJP സോഷ്യൽ മീഡിയ കൺവീനറും പത്തനംതിട്ട ജില്ലാ പ്രഭാരിയുമായ അനൂപ് ആന്റണി, BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് S സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ജനം, പത്തനംതിട്ട.